സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഭരണഘടന ഓരോ പൗരനും ചില അടിസ്ഥാന അവകാശങ്ങൾ നൽകുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം, പൊതുജീവിതത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം എന്നിവ അതിൽ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഒരു ചോദ്യം നമുക്ക് സ്വയം ചോദിക്കണം. ഭരണഘടന ഈ അവകാശങ്ങൾ എഴുതി വച്ചാൽ മാത്രം മതിയോ? പോരാ. ജനങ്ങൾ അവ ഉപയോഗിക്കുമ്പോഴാണ് അവയ്ക്ക് ജീവൻ ലഭിക്കുന്നത്. ജനങ്ങൾ അവ സംരക്ഷിക്കുമ്പോഴാണ് അവ നിലനിൽക്കുന്നത്. ജനങ്ങൾ ഉത്തരവാദിത്തം ആവശ്യപ്പെടുമ്പോഴാണ് സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ജനാധിപത്യം പ്രവർത്തിക്കുന്നത് ഭരണഘടനയുടെ ശക്തി കൊണ്ട് മാത്രമല്ല, പൗരന്മാരുടെ ജാഗ്രത കൂടി കൊണ്ടാണ്. അടുത്തിടെ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന യുവജന പ്രതിഷേധം ഒരു സത്യം നമ്മെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഈ പ്രതിഷേധം ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ചതല്ല, ഒരു വലിയ നേതാവിൻ്റെ ആഹ്വാനപ്രകാരവും ആളുകൾ അവിടെ എത്തിയതല്ല, പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞതുകൊണ്ടുമല്ല. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യുവാക്കൾ സ്വമേധയാ ഒന്നിച്ചുകൂടുകയായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഒന്നിച്ചത്? അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യക്തിപരമായ പരാജയങ്ങളല്ലെന്നും മറിച്ച് സമൂഹം മുഴുവൻ നേരിടുന്ന പ്രശ്നങ്ങളാണെന്നും അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് തൊഴിൽ രഹിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പരീക്ഷകൾ പലപ്പോഴും റദ്ദാക്കപ്പെടുന്നു. നിയമന നടപടികൾ അനിശ്ചിതത്തിലാകുന്നു. യുവാക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വർഷങ്ങളായി യുവാക്കളെ പഠിപ്പിച്ചത് മറ്റൊന്നാണ്. നിനക്ക് ജോലി കിട്ടുന്നില്ലെങ്കിൽ കൂടുതൽ പഠിക്കൂ, പരീക്ഷ റദ്ദായാൽ വീണ്ടും തയ്യാറെടുക്കൂ, നിയമനം വൈകിയാൽ ക്ഷമയോടെ കാത്തിരിക്കൂ, നിനക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നീ തന്നെയാണ്. ഇങ്ങനെയാണ് സമൂഹത്തിലെ വലിയ പരാജയങ്ങൾ വ്യക്തികളുടെ പരാജയങ്ങളായി ചിത്രീകരിക്കപ്പെട്ടത്. ഫലമോ, ലക്ഷക്കണക്കിന് യുവാക്കൾ അവരുടെ പ്രശ്നങ്ങൾ സ്വന്തം കുറ്റമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷേ ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധം ഈ ചിന്താഗതിയെ വെല്ലുവിളിച്ചു. അവിടെ എത്തിയ യുവാക്കൾ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. തൊഴിലില്ലായ്മ എൻ്റെ മാത്രം പ്രശ്നമല്ല, അനിശ്ചിതത്വം എൻ്റെ മാത്രം പ്രശ്നമല്ല, അവഗണിക്കപ്പെടുന്നത് എൻ്റെ മാത്രം അനുഭവമല്ല. ഇത് ലക്ഷക്കണക്കിന് യുവാക്കളുടെ പൊതുവായ അനുഭവമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ആദ്യം സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ജനിച്ചത്. മീമുകളിലൂടെയും ഹാഷ്ടാഗുകളിലൂടെയും ഇത് വ്യാപിച്ചു. കോക്രോച്ച് എന്ന പ്രതീകം ഇൻ്റർനെറ്റിലൂടെ ജനകീയമായി. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ വെർച്വൽ ലോകത്തിൻ്റേതല്ലായിരുന്നു. അത് യഥാർത്ഥ ജീവിതത്തിലെ വേദനകളായിരുന്നു. ജോലി ലഭിക്കാത്തതിൻ്റെ വേദന, പരീക്ഷാ ക്രമക്കേടുകളുടെ വേദന, അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന, ഉത്തരവാദിത്തമില്ലാത്ത ഭരണ സംവിധാനങ്ങളുടെ വേദന. അങ്ങനെ ഒരു ഇൻ്റർനെറ്റ് പ്രസ്ഥാനം യഥാർത്ഥ ജനാധിപത്യ പ്രതിഷേധമായി മാറി. ഇന്നത് പലരും ചോദിക്കുന്നു, ഈ പ്രസ്ഥാനം തുടരുമോ? വീണ്ടും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ? ഇത് ഒരു രാഷ്ട്രീയ ശക്തിയായി മാറുമോ? അതോ പെട്ടെന്ന് അപ്രത്യക്ഷമാകുമോ? ഇവയെല്ലാം ന്യായമായ ചോദ്യങ്ങളാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാന കാര്യം മറ്റൊന്നാണ്. വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത തലമുറ എന്ന് പരിഹസിക്കപ്പെട്ട യുവാക്കൾ ഒന്നിച്ചു നിന്നു എന്നത് വലിയ പ്രത്യേകതയാണ്. അവർ സംഘടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. അവർ കൂട്ടായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. അവർക്ക് സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടെന്ന് തെളിയിച്ചു. ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, കോടതികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, മാധ്യമങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, സിവിൽ സൊസൈറ്റി സംഘടനകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇവയെല്ലാം പ്രധാനമാണ്. പക്ഷേ ജനാധിപത്യം ഒടുവിൽ ജനങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. ഒരു സമൂഹം ഉത്തരവാദിത്തം മറന്നാൽ ഒരു സ്ഥാപനത്തിനും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാൻ കഴിയില്ല. ജനങ്ങൾ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നില്ലെങ്കിൽ ഒരു കോടതിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ കഴിയില്ല. ജനങ്ങൾ നിശബ്ദരായാൽ ഒരു പ്രതിപക്ഷത്തിനും ജനാധിപത്യത്തെ രക്ഷിക്കാൻ കഴിയില്ല. അതിനാൽ ജന്തർ മന്ദിറിൽ ഒത്തുകൂടിയ യുവാക്കൾ നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ഇതാണ്: ജനാധിപത്യം ഭരണഘടനയുടെ പേജുകളിൽ മാത്രം ജീവിക്കുന്നില്ല, അത് ജനങ്ങളുടെ പ്രവർത്തനങ്ങളിലാണ് ജീവിക്കുന്നത്. ഇന്ന് നിരാശ പ്രതീക്ഷയേക്കാൾ എളുപ്പമാണ്, നിസ്സംഗത പങ്കാളിത്തത്തേക്കാൾ എളുപ്പമാണ്, ഒറ്റപ്പെടൽ ഐക്യത്തേക്കാൾ എളുപ്പമാണ്. എന്നാൽ ആ യുവാക്കൾ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. അവർ നിശബ്ദതയ്ക്ക് പകരം ശബ്ദമുയർത്തി, ഒറ്റപ്പെടലിന് പകരം ഐക്യം തിരഞ്ഞെടുത്തു, നിരാശയ്ക്ക് പകരം പ്രതീക്ഷ തിരഞ്ഞെടുത്തു, നിഷ്ക്രിയതയ്ക്ക് പകരം പങ്കാളിത്തം തിരഞ്ഞെടുത്തു. അതാണ് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ആത്മാവ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം നാളെ വരുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്: ഇന്ത്യയിലെ യുവജനങ്ങൾ ഇപ്പോഴും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്. അവർ അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. ആവശ്യമെങ്കിൽ പരസ്പരം പിന്തുണച്ച് ഒരുമിച്ച് നിലകൊള്ളാൻ അവർ തയ്യാറാണ്. അതുതന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ.